നമസ്കാരം സുഹൃത്തുക്കളെ, ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല. അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ മേളിൽ അതിഭയങ്കരമായ പ്രഹരമാണ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ സാമ്പത്തികവും സൈനികവും ആയിട്ടുള്ള നഷ്ടങ്ങൾ നമ്മളെ എവരും പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ 10 മടങ്ങ് കൂടുതലാണ്. എന്നാലും ഈ വീഡിയോയുടെ തമ്പനെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇറാനും കടക്കുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ബലഹീനതകളും ഒന്നൊന്നായി തുറന്നു കാട്ടപ്പെടുകയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ 17 അമേരിക്കൻ സൈനിക താവളങ്ങൾ ബോംബിട്ട് തകർത്തതും അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇറാൻ എങ്ങനെയാണ് നാമാവശേഷമാക്കിയത് എന്നും ഹോർമൂസ് കടലിടുക്കൽ അമേരിക്കൻ നാവികസേന എത്രത്തോളം നിസ്സഹായരാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും പുതിയ വിവരങ്ങളുടെയും ആഴത്തിലുള്ള ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ റിപ്പോർട്ടാണ് ഇത്. അമേരിക്ക തങ്ങളുടെ അത്യാധുനിക B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ പോലും ഉപയോഗിച്ച് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാൻ്റെ ഫോർദോ, നത്താൻസ് ആണവ കേന്ദ്രങ്ങളിൽ ധാരാളമായിട്ട് വർഷിച്ചു. ഒരു ഹ്രസ്വകാല യുദ്ധം മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അമേരിക്ക വിചാരിച്ച പോലെ ആയിരുന്നില്ല മുന്നോട്ട് പോയത്. സുഹൃത്തുക്കളെ, ഞാൻ ഇറാൻ്റെ ഒരു വക്താവല്ല. പക്ഷേ ഇതിനു മുമ്പ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഈ യുദ്ധം എങ്ങോട്ടേക്കാണ് പോകുന്നതും എന്തൊക്കെയാകാം ഇതിൻ്റെ അവസാനം എന്നൊരു വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്തിരുന്നു. അന്ന് ഒരുപാട് പേര് എന്നെ ചീത്ത വിളിക്കുകയും എൻ്റെ ചാനലിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയും ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഇസ്രായേലും അമേരിക്കയും കളിക്കുന്നതൊരു സ്പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറാൻ കളിക്കുന്നതൊരു മാരത്തോണാണ്. ഇറാൻ്റെ കയ്യിൽ എത്രത്തോളം മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് ഇറാന് പോലും അറിയില്ല എന്നുള്ള അവസ്ഥയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആയുധങ്ങൾ തീരാൻ തുടങ്ങുമ്പോൾ അത് ഇറാൻ ഒരു മേൽക്കൈ നൽകും എന്നുള്ളതിനെപ്പറ്റി വിശദമായ ഒരു വിവരണമാണ് ഞാൻ നൽകിയിരുന്നത്. ഇപ്പോൾ ആ വിവരങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാൻ നൽകിയ മറുപടി ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു. ഓപ്പറേഷൻ ട്രൂത്ത്ഫുൾ പ്രോമിസ് എന്ന പേരിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. മിഡിൽ ഈസ്റ്റിലെ 6 രാജ്യങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന 17 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വർഷിച്ച് അതിഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലധികം ഷാഹിദ് സൂയിസൈഡ് ഡ്രോണുകളുമാണ് ഇറാൻ അമേരിക്കൻ താവളങ്ങളിലേക്ക് തൊടുത്തുവിട്ടത്. ഈ ആക്രമണങ്ങളിൽ അമേരിക്ക ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് ജോർദാനിലെ മുവാഫാഖ് അൽ സാൾട്ടി എയർബേസിലാണ്. അമേരിക്കയുടെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ താഡ് സിസ്റ്റത്തിൻ്റെ ഏകദേശം 2500 കോടി രൂപ വില മതിക്കുന്ന AN/TPY-2 റഡാർ ഇറാൻ്റെ കൃത്യമായ ആക്രമണത്തിൽ പൂർണ്ണമായിട്ടും തകർന്നു. ഈ വിലയേറിയ റഡാർ തകർന്നതോടുകൂടി ബാലിസ്റ്റിക് മിസൈലുകളെ ഉയർന്ന തലത്തിൽ വെച്ച് മുൻകൂട്ടി കണ്ട് തകർക്കാനുള്ള അമേരിക്കയുടെ കഴിവ് ഇല്ലാതെയായി. ഖത്തറിലെ AN/FPS-132 ഏർലി വാർണിംഗ് റഡാറും ഇറാൻ തകർത്തു. ഇറാൻ അവകാശപ്പെടുന്നത് പോലെ ഗൾഫ് മേഖലയിൽ ആകെ അമേരിക്കയുടെ ഏറ്റവും മികച്ച 10 റഡാർ സംവിധാനങ്ങളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. റഡാറുകൾ തകർന്നതോടുകൂടി അമേരിക്കൻ സൈന്യത്തിൻ്റെ പാട്രിയറ്റ് സിസ്റ്റങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെയായി. ഇത് അമേരിക്കയ്ക്കുണ്ടാക്കിയത് വൻ സാമ്പത്തിക നഷ്ടമാണ്. വെറും $20,000 മാത്രം വില വരുന്ന ഇറാൻ്റെ ഷാഹിദ് 136 ഡ്രോണുകളെ വെടിവെച്ചിടാനായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് $4 മില്യൺ വില വരുന്ന പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ്. ഇതിനെ ഒരു സാമ്പത്തിക യുദ്ധമായിട്ട് കൂടിയാണ് നമ്മൾ കാണേണ്ടത്. വിലയേറിയ മിസൈലുകൾ തീർന്നു പോകുന്ന അവസ്ഥ വന്നപ്പോൾ യുക്രൈനിൽ പരീക്ഷിച്ച വില കുറഞ്ഞ മെറോപ്സ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഗൾഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. കരയിലെ യുദ്ധത്തെക്കാളും അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് കടലിലെ ഇറാൻ്റെ അസമമായ യുദ്ധതന്ത്രങ്ങളാണ്. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ 20-25% കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ്റെ 16 മൈൻ ലെയർ കപ്പലുകൾ തകർത്തു എന്ന് മാർച്ച് 10 അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ വ്യാപകമായി നാവിക മൈനുകൾ വിന്യസിച്ചിരിക്കുകയാണ്. എണ്ണക്കപ്പലുകൾക്ക് പൂർണ്ണ സുരക്ഷ നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും അമേരിക്കൻ നാവികസേന ഷിപ്പിംഗ് കമ്പനികളോട് സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചു. ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഭൂമിശാസ്ത്രപരമായ ദൗർബല്യങ്ങൾ തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 30 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്.
ഇത്രയും ഇടുങ്ങിയ ഒരു കടൽപ്പാതയിൽ അമേരിക്കയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾക്കും ഡിസ്ട്രോയറുകൾക്കും വേഗത്തിലൊന്ന് തിരിയാനോ പ്രതിരോധിക്കാനോ കഴിയില്ല. ഇറാൻ തീരത്ത് നിന്ന് നോക്കിയാൽ ഇവ വെറും സിറ്റിംഗ് ഡക്കുകൾ മാത്രമാണ്. ഇതുകൂടാതെ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ ഒരു പുതിയ വീഡിയോയും കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. 100 കണക്കിന് മീറ്റർ താഴ്ചയിൽ പാറ തുരന്നുണ്ടാക്കിയ കൂറ്റൻ ഭൂഗർഭ നാവിക തുരങ്കങ്ങളിലാണ് ഇറാൻ തങ്ങളുടെ സ്പീഡ് ബോട്ടുകളും ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലുകളും നാവിക മൈനുകളും അമേരിക്കയുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചിട്ടുള്ളത്. അമേരിക്കൻ കപ്പലുകൾ കടന്നു വന്നാൽ ഈ ബോട്ടുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ മൈനുകൾ വിന്യസിക്കാനും ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഒരു സ്വാം അറ്റാക്ക് തന്നെ നടത്താനും ഇറാന് കഴിയും. അമേരിക്കയുടെ ഏജീസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരേ സമയം ഇത്രയധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി ഇന്നില്ല. ഇതും കൂടാഞ്ഞിട്ട് ഇതിലും വലിയ 2 ഗെയിം ചേഞ്ചറുകളാണ് ഇറാൻ്റെ കൈവശമുള്ളത്. EM-52 റോക്കറ്റ് പ്രൊപ്പൽഡ് റൈസിംഗ് മൈൻ. ചൈനയിൽ നിന്ന് അവർ സ്വന്തമാക്കിയ ഈ മൈൻ കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയും മുകളിലുള്ള ശത്രുക്കളുടെ കപ്പലുകൾ പോകുമ്പോൾ ഒരു റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് കപ്പലിനെ തകർക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഫജർ 5 MLRS. ഇതുപയോഗിച്ച് കരയിൽ നിന്ന് തന്നെ റോക്കറ്റുകൾ വഴി കടലിലേക്ക് മൈനുകൾ വിക്ഷേപിക്കാനായിട്ട് ഇറാന് സാധിക്കും. അതായത് മൈനുകൾ വിന്യസിക്കാനായിട്ട് അവർക്ക് കപ്പലുകളുടെ ആവശ്യമില്ല. അമേരിക്കൻ കപ്പലുകൾക്ക് ഈ മൈനുകളെ കണ്ടെത്തുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് താനും. ഈ മൈനുകൾക്കിടയിലൂടെ എണ്ണക്കപ്പലുകളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുക എന്നത് അമേരിക്കയ്ക്ക് അസാധ്യമാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലാണ്. മാർച്ച് 3 പ്രസിഡന്റ് ട്രംപ് ലോകത്തിന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഹോർമൂസ് വഴി പോകുന്ന എല്ലാ എണ്ണക്കപ്പലുകൾക്കും അമേരിക്ക ഇൻഷുറൻസ് നൽകുമെന്നും അമേരിക്കൻ നാവികസേന എല്ലാ കപ്പലുകൾക്കും സമ്പൂർണ്ണ സുരക്ഷ നൽകുമെന്നുമായിരുന്നു ആ വാഗ്ദാനം. ഇറാൻ്റെ മേൽ പുതിയ താരിഫുകൾ ഏർപ്പെടുത്തുമെന്നും അമേരിക്ക ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ വാഗ്ദാനം പൊളിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപകട സാധ്യത വളരെ കൂടുതലായതിനാൽ ബ്രിട്ടീഷ് ഇൻഷുറൻസ് കമ്പനികളായിട്ടുള്ള ലോയിഡ്സ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഭീമന്മാർ കപ്പലുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനായിട്ട് വിസമ്മതിച്ചു. ഇതിൻ്റെ ഇടയിൽ ലോകവിപണിയിൽ എണ്ണവില കുറയ്ക്കാനായിട്ട് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ചില വ്യാജ വാർത്തകളും ഇറക്കിയിട്ടുണ്ടായിരുന്നു. തങ്ങൾ കപ്പലുകളെ സുരക്ഷിതമായിട്ട് കടത്തിവിട്ടു എന്നായിരുന്നു ആ വാർത്ത. ഇത് കേട്ട ഉടനെ എണ്ണവില കുറഞ്ഞു എന്നുണ്ടെങ്കിലും നിമിഷങ്ങൾക്കകം അമേരിക്കൻ നാവികസേന തന്നെ ഈ വാർത്ത നിഷേധിച്ചു. വൻകിട കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ വലിയൊരു ചതിയോ മാർക്കറ്റ് കൃത്രിമത്വമോ ആണ് ഇവിടെ നടന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ കടലിടുക്കിലൂടെയുള്ള ഇപ്പോഴത്തെ കപ്പൽ ഗതാഗതമാണ്. ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു കപ്പൽ പോലും ഇപ്പോൾ ആ വഴി സഞ്ചരിക്കുന്നില്ല. എല്ലാവർക്കും ഇറാൻ്റെ ആക്രമണം ഭയമാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിലും 2 കപ്പലുകൾ യാതൊരു ഭയവുമില്ലാതെ ഹോർമൂസ് കടന്നു വരുന്നുമുണ്ട്. ഒന്ന് ചൈനയിലേക്കും രണ്ടാമത്തത് ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള കണ്ട്ല പോർട്ടിലേക്കും വരുന്ന കപ്പലുകളാണ്. ഇറാൻ ഒരിക്കലും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ല. അവർ തങ്ങളുടെ ശത്രുക്കൾക്ക് മാത്രമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെയും ചൈനയുടെയും ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഇറാൻ ഒരു തടസ്സവും നിൽക്കുന്നില്ല. ഈ യുദ്ധത്തിൽ ഇപ്പോൾ മേൽക്കൈ ഇറാനാണെന്നാണ് IRGCയുടെ വക്താവായിട്ടുള്ള അലി മുഹമ്മദ് നൈനി അവകാശപ്പെടുന്നത്. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് അടുത്തിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ചൈന, റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വെടിനിർത്തൽ അഭ്യർത്ഥനകൾ ഇറാൻ തള്ളിക്കളഞ്ഞു എന്നും കൂടിയാണ്. അമേരിക്കയും ഇസ്രായേലുമാണ് ഈ യുദ്ധം തുടങ്ങിയതെന്നും അതിനാൽ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ മാത്രമായിരിക്കുമെന്നും അവർ തീർത്തു പറഞ്ഞിരുന്നു. അമേരിക്ക തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയുകയും ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യാതെ യാതൊരു ഒത്തുതീർപ്പിനും ഇല്ലെന്നാണ് ഇറാൻ്റെ നിലപാട്. ഇതിനിടയിൽ ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ച് ക്ലസ്റ്റർ വാർഹെഡുകളോടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താവളങ്ങളിൽ ഇറാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. 1 ടണ്ണിലധികം ഭാരമുള്ള വാർഹെഡുകളാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ ലേസർ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഈ ഹൈസ്പീഡ് ബാലിസ്റ്റിക് മിസൈലുകളെ ഫലപ്രദമായിട്ട് തടയാനാകുന്നില്ല എന്നുള്ളത് അമേരിക്കൻ പെൻറ്റഗണിനെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാങ്കേതികവിദ്യയിലും ആയുധബലത്തിലും അമേരിക്ക മുൻപന്തിയിലാണ് എന്നുണ്ടെങ്കിലും ഇറാൻ്റെ ഈ ഗറില്ല അസമമായ യുദ്ധതന്ത്രങ്ങളെ നേരിടാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. തങ്ങളുടെ 17 സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടും അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടും ഒരു പ്രധാന കടൽപാത തുറന്നു കൊടുക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ ആഗോള സ്വാധീനത്തിനേറ്റ വലിയൊരു മങ്ങലാണ്.
ഒരു സാമ്പത്തിക നാശത്തിൻ്റെ ഭീഷണിയിലൂടെ ഇറാൻ ഇന്ന് അമേരിക്കയെയും ലോകത്തെയും തങ്ങളുടെ വരുതിയിൽ നിർത്തിയിരിക്കുകയാണ്. വിശ്വസ്തരായ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ പോലും ആകാതെ അമേരിക്ക ഇന്ന് മിഡിൽ ഈസ്റ്റിൽ പതറുകയാണ്. സുഹൃത്തുക്കളെ, തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ പ്രതിരോധ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.